ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളാണ് പ്രേക്ഷകരെ അറിയിച്ചതെങ്കിൽ ഈ വീഡിയോയിലൂടെ ARM എന്ന സിനിമയ്ക്ക് നല്ല ക്ലാഷ് ഭീഷണിയായി മാറിയ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 70 കോടി പിന്നിട്ട് ഇപ്പോഴത്തെ 72 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമ കഴിഞ്ഞ ദിവസങ്ങളിൽ മറികടന്ന സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടന്റെ 2013 റിലീസ് ചെയ്ത ദൃശ്യത്തിന്റെ ഫൈനൽ കളക്ഷൻ മറികടന്ന സിനിമ ലാലേട്ടൻ ഭാഗമായ കായംകുളം കൊച്ചുണ്ണി എന്ന നിവിൻ പോളി നായകനെത്തിയ സിനിമയുടെ ഫൈനൽ കളക്ഷൻ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ മറികടന്നിരിക്കുകയാണ്. 68 കോടിയിൽ പരമായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. 2018 സിനിമയുടെ റിലീസ്. ശേഷം കിഷ്കിന്ദ കാണ്ഡം മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ സൗബിന്റെ രോമാഞ്ചം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. കഴിഞ്ഞ വർഷത്തിലെ വലിയ തരംഗമായ മലയാളം സിനിമ എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമയാണല്ലോ രോമാഞ്ചം. 69 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ആ കളക്ഷനാണ് കിഷ്കിന്ദ കാണ്ഡം മറികടന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ 72 കോടി കളക്ഷൻ എല്ലാം തന്നെ പിന്നിടുന്ന കിഷ്കിന്ദ കാണ്ഡം ഏറ്റവും ഒടുവിലായിട്ട് മറികടക്കാനായിട്ട് ഒരുങ്ങുന്നത് ടർബോ എന്ന മമ്മൂട്ടി സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വലിയ ആക്ഷൻ സീക്വൻസ് എല്ലാം തന്നെ കണ്ട സിനിമ കൂടിയായിരുന്നു ടർബോ. ഒപ്പം തന്നെ ആസിഫിന്റെ മറ്റൊരു തലവൻ എന്ന സിനിമയും ആയിട്ട് ക്ലാഷ് റിലീസിനെത്തിയ സിനിമ കൂടിയായിരുന്നു ടർബോ. ഇപ്പോഴത്തെ അതേ തലവൻ എന്ന സിനിമയിലെ നായകന്റെ മറ്റൊരു സിനിമയിലൂടെ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയിലൂടെ ഈ വർഷം തന്നെ ടർബോയുടെ ഫൈനൽ കളക്ഷൻ ആസിഫ് അലി സിനിമ കിഷ്കിന്ദ കാണ്ഡം മറികടക്കുകയാണ്. ഒരു പക്ഷേ സോളോ റിലീസ് ആയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ARMന്റെ ക്ലാഷ് ഭീഷണി ഇല്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ മറികടന്ന ഒരു പക്ഷേ 100 കോടിയെല്ലാം തന്നെ സിനിമ കളക്ഷൻ നേടിയെടുത്തേനെ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ ഒരു ഭാഗ്യത്തിലേക്ക് സിനിമയ്ക്ക് ഇനിയും എത്തപ്പെടാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പോലും 75 കോടിയോളം ഫൈനൽ കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ദുൽഖറിന്റെ കരിയർ ബെസ്റ്റായ കുറുപ്പിന്റെ ഫൈനൽ കളക്ഷൻ 32 കോടിയും കിഷ്കിന്ദ കാണ്ഡം മറികടന്നിരിക്കുകയാണ്. നിലവിൽ 37-40 കോടി റേഞ്ചിലാണ് കിഷ്കിന്ദ കാണ്ഡത്തിന്റെ കേരള ഗ്രോസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയുടെ കൃത്യമായി കേരള കളക്ഷൻ വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ആ റിപ്പോർട്ട് പുറത്തുവരും. അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.